അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ ഒരു കൂടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. കൂട് വെച്ചാൽ രാപ്പകൽ പുറത്ത് അഴിച്ചു വിടുന്നതിന് പകരം ഒരു നെറ്റ് കെട്ടിയിട്ട് ഒരു കൂടുണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കോഴിക്കുഞ്ഞുങ്ങളെ വളർത്താമെന്ന് വിചാരിച്ചു. ഈ കോഴിക്കുഞ്ഞുങ്ങളെ മുകളിൽ ഞാൻ റൗണ്ടിൽ നെറ്റ് കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഇട്ടിരുന്നത്. അപ്പോൾ കോഴിക്കുട്ടികളൊക്കെ ഞാൻ ഈ വലൻ്റെ ഉള്ളിൽ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഒരു കൂടുണ്ടാക്കാമെന്ന് ഞാനും എൻ്റെ മോനും കൂടെ പറഞ്ഞു. അങ്ങനെ അടുത്ത വീട്ടിൽ നിന്ന് തന്നാട്ട കുറച്ച് വലയും ഒരു ചെറിയ നെറ്റും. അപ്പോൾ അത് വെച്ച് ഒരു കൂടുണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാനും ഫാദും കൂടെ ഫാദുവിനൊന്ന് വയ്യാന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ മടിയായിട്ട് പോയില്ല. അപ്പോൾ ഫാദു സഹായിച്ചതിനാണ് ആണിയൊക്കെ അടിച്ചിട്ട്. അപ്പോൾ ഒരു വാരി കഷ്ണം ഉണ്ടായിരുന്നുള്ളൂ. അതിങ്ങനെ രണ്ട് കൂടി കൂട്ടി കെട്ടിയിട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ചെറുമാതിരി കൂടാണ്. പകൽ മാത്രം ഇടാൻ വേണ്ടിയിട്ടാട്ടോ, രാത്രിയിൽ ഇടാൻ പറ്റൂല കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കുറേ ആൾക്കാർ കാണുന്നുണ്ട്, പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്യണില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താലാണ് നമുക്ക് ഇനിയും മുന്നോട്ട് പോകുമ്പോൾ ഒരു ഉന്മേഷം ഉണ്ടാവുള്ളൂ, ഉഷാറാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കമൻറ്റ് പറയുക, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക, കമൻറ്റ് എഴുതി അറിയിക്കുക. ഈ കൂടുണ്ടാക്കിയാലും എല്ലാം മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും എന്താണെങ്കിലും അറിയിക്കാം കേട്ടോ. പിന്നെ എന്താ പറയുക, കൂടിൻ്റെ പണി ഏകദേശം കുറച്ചൊക്കെ കഴിഞ്ഞ് തുടങ്ങിയിരിക്കണ്. അപ്പോൾ ഇനി അതിലേക്ക് കൂട് ഫുള്ള് വർക്ക് കഴിഞ്ഞ് എനിക്ക് കോഴീനെ കൊടുന്ന് കിടണം. അപ്പം മേലത്തെ ഞാൻ പറഞ്ഞല്ലോ അന്ന് പ്രാവുംകൂട്ടിലാണ് കോഴീനെ ഇട്ടിട്ടുണ്ടായിരുന്നത്. 10 രൂപക്ക് വാങ്ങിയ കോഴിയാണ് 100 രൂപക്ക് 13 കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ 6 ചത്തിട്ടുണ്ടായിരുന്നു, ബാക്കി 7 ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ അതിൽ കൊടുന്നിടാന്ന് വിചാരിച്ചിട്ടാട്ടാ. അപ്പോൾ മുകളിലാണ് കോഴിക്കുഞ്ഞുങ്ങളുള്ളത്. അപ്പോൾ അവരെ അവിടെ നിന്ന് എടുത്ത് കൊണ്ടുവരണം, എന്നിട്ട് വേണം ഇതിലിടാൻ. മേലെ ഞാൻ പച്ച നെറ്റാണ് അടിച്ചിട്ടുള്ളത്. അതിന് സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അവർക്ക് 7 ആൾക്കൊക്കെ ഇഷ്ടം പോലെ ഓടി കളിക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ ഞാൻ കോഴീനെ എടുക്കാൻ വേണ്ടി മേലേക്ക് പോവുകയാണ്. നമുക്ക് മേലെ നിന്ന് കോഴീനെ എടുത്തിട്ട് ഇങ്ങോട്ട് താഴെ കൊടുത്തിട്ട് ഇടാം കേട്ടോ. അപ്പോൾ അത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഫാദു പറയുന്നുണ്ട് എന്താണ് ഇതിൻ്റെ ഉള്ളിൽ നല്ല സൗകര്യമുണ്ട്, അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് രാത്രിയിൽ നിർത്താൻ പറ്റില്ല. ഇതാണ് കോഴിട്ടാ മേലെന്ന് ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഇങ്ങനെ കടന്നതാവുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എടുത്തിട്ട് അന്ന് കൊടുന്നിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇവർക്കുള്ള തീറ്റ വെച്ച് കൊടുക്കണം. അന്ന് ഇത് ഉണ്ടാക്കിയൊന്നും ഇടാൻ പറ്റിയില്ല കേട്ടോ, വൈകിട്ടായിപ്പോയി. അപ്പോൾ പിറ്റേ ദിവസം ഇടാമെന്ന് വിചാരിച്ച്. പിറ്റേ ദിവസമാണ് ആ കോഴീനെ കൊടുന്നിട്ടുള്ളത്. ഞാൻ തീറ്റ ഉണ്ടാക്കിയിട്ട് കൊടുന്നിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി തീറ്റ വെച്ച് കൊടുത്താൽ പിന്നെ നമുക്ക് വെള്ളം വെച്ച് കൊടുക്കണം. അപ്പോൾ വെള്ളം വെച്ച് കൊടുക്കുമ്പോൾ തീറ്റ കൊടുന്ന് വെച്ച് കൊടുത്താൽ ഭയങ്കര ഇത്. അപ്പോൾ വെള്ളം വെച്ച് കൊടുക്കുമ്പോൾ ഇരുമ്പാമ്പുളിയാണ് മരമാണ് കേട്ടോ. ഇരുമ്പാമ്പുളി മരം എന്നാൽ ഞങ്ങളിവിടെ പറയുക. കറിയിലൊക്കെ ഇടുന്ന അച്ചാറൊക്കെ ഇടുന്ന സാധനമില്ല, ഇരുമ്പാമ്പുളി അതായിട്ട് ആ മരമാണ്. അപ്പോൾ അതുമ്പോൾ ഞാൻ ആ കുപ്പിയിൽ വെള്ളമാക്കിയിട്ട് അവിടെ കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. ഓക്കെ, ബൈ.